പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ജില്ലയിലെ CPM-ൽ രണ്ടഭിപ്രായമുണ്ടായിരുന്നു. അതിലൊന്ന് രാജു എബ്രഹാം എന്നതായിരുന്നു, മറ്റൊന്ന് തോമസ് ഐസക്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം കണക്കിലെടുത്തുള്ള തീരുമാനം പാളിപ്പോയി എന്ന ഉൾപാർട്ടി മുറിമുറിപ്പാണ് അൻസാരി അസീസിന്റെ പോസ്റ്റിൽ തെളിഞ്ഞത്. രാജു എബ്രഹാമിന്റെ ചിത്രത്തിന് തലക്കെട്ടായി ഒറ്റവരി പരസ്യവാചകമാണ് ഉള്ളതെങ്കിലും പോസ്റ്റിന് നാനാർത്ഥങ്ങളാണ് കൽപ്പിക്കപ്പെടുന്നത്. പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായമായും ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്. പോസ്റ്റ് പിൻവലിക്കപ്പെട്ടുവെങ്കിലും അതിലൂടെ പരസ്യമായ നീരസം പാർട്ടിക്ക് കനത്ത ഷോക്കാണ്. അച്ചടക്ക നടപടി കൊണ്ട് അതിനെ തുടച്ചു നീക്കാനുമാകില്ല. മക്കളാണ് ഫേസ്ബുക്ക് കൈകാര്യം ചെയ്തു വന്നതെന്നാണ് അൻസാരി അസീസിന്റെ വിശദീകരണം. അതേസമയം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തായിരുന്നിട്ടും എല്ലായിടത്തും UDF ലീഡ് നേടിയത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിൽ UDF 14,717 വോട്ടിന് മുന്നിലെത്തി. കൂടിയ ലീഡും ഇതാണ്. മന്ത്രിയുടെ സ്വന്തം ബൂത്തിൽ 151 വോട്ടുകളാണ് ആന്റോ ആന്റണിക്ക് അധികം കിട്ടിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.